ഹായ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. US എഡ്യൂക്കേഷൻ ടോപ്പിക് സജസ്റ്റ് ചെയ്യണ പോലെ തന്നെ ഇന്ന് അതിനെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. നമ്മുടെ നാട്ടിൽ നിന്ന് വളരെ കുറച്ച് സ്റ്റുഡൻസ് മാത്രമേ US എഡ്യൂക്കേഷൻ ഓപ്റ്റ് ചെയ്യാറുള്ളൂ. പക്ഷേ ഡെഫിനറ്റായിട്ട് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു എഡ്യൂക്കേഷൻ സെൻറ്റർ തന്നെയാണ് USA. കുറച്ച് കാലമായിട്ട് UK ഓപ്പണായി, അതുപോലെ തന്നെ ജർമ്മനി എന്നിങ്ങനെ കുറച്ച് കൺട്രീസിലേക്ക് ഒരുപാട് ആൾക്കാർ പോയതുകൊണ്ട് തന്നെ ആബ്സല്യൂട്ട്ലി ഫോർഗോട്ടൺ എന്ന് പറഞ്ഞ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ US മാർക്കറ്റിൻ്റെ അവസ്ഥ. പക്ഷേ അവിടെ ഒരുപാട് നല്ല യൂണിവേഴ്സിറ്റീസും അവിടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും ഉള്ള ഒരു രാജ്യം തന്നെയാണ് USA. എന്താണ്, എങ്ങനെയാണ് അവിടുത്തെ പ്രോസസ്സിങ്, പിന്നെ അതിൻ്റെ ഫോർമാലിറ്റീസ് എന്തൊക്കെയാണ്, ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് റിക്വയർഡ് ആയിട്ടുള്ളത്, ഓപ്പർച്യൂണിറ്റീസ് എന്താണ്, സ്റ്റേ ബാക്ക് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ മെയിനായിട്ട് ഡിസ്കഷൻ. ഈ വേൾഡ് റാങ്കിങ്ങിൽ തന്നെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഔട്ട് ഓഫ് 1000 യൂണിവേഴ്സിറ്റീസ് മെയിൻ ഫസ്റ്റ് ഒരു 200-300 യൂണിവേഴ്സിറ്റീസിൽ വന്ന ആ ലിസ്റ്റിൽ ഔട്ട് ഓഫ് 1000 മെയിൻ യൂണിവേഴ്സിറ്റീസ് എല്ലാം US ബേസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് തന്നെയായിരിക്കും. അത് അവരുടെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെയും ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള കരിക്കുലവും ഏറ്റവും കൂടുതൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കൊണ്ടുവരുന്നതിൻ്റെ കാരണം കൊണ്ടാണ്. അപ്പോൾ USA ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള, ക്രിയേറ്റീവ് ആയിട്ടുള്ള, കൂടുതൽ ലൈഫിൽ അച്ചീവ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു വ്യക്തിക്ക് ഡെഫിനറ്റ്ലി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു രാജ്യമാണ് USA തന്നെ. നമ്മളിപ്പോൾ മലയാളീസിനെ മാത്രം എടുത്താൽ മതി, ഇന്ത്യൻ കമ്മ്യൂണിറ്റീനെ പോലും നോക്കാൻ ഞാൻ പറയുന്നില്ല. നമ്മളിപ്പോൾ മലയാളീസിനെ എടുത്താൽ പോലും ഏറ്റവും കൂടുതൽ റിച്ചസ്റ്റ് ആയിട്ടുള്ള മലയാളീസ്, സെറ്റിൽ ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ ബിസിനസ്സിലേക്ക് ഇറങ്ങിയിരിക്കുന്ന പല മലയാളീസും US ബേസ്ഡ് ആണ്. മറ്റു രാജ്യങ്ങളിൽ മലയാളീസ് ബിസിനസ്സിൽ ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞു. പക്ഷേ ഇൻ ടു എ ബില്യണയർ അല്ലെങ്കിൽ മില്യണയർ എന്നുള്ള കാറ്റഗറിയിലേക്ക് മലയാളീസും അല്ലെങ്കിൽ ഇന്ത്യൻസൊക്കെ ഏറ്റവും കൂടുതൽ പോയി ആയിട്ടുള്ളത് US-ൽ നിന്നാണ്. US-ൽ നമുക്ക് ഡിഗ്രി പ്രോഗ്രാംസും മാസ്റ്റേഴ്സ് പ്രോഗ്രാംസും ആണ് ഉള്ളത്. അതിൽ കൂടുതലും USA പ്രൊമോട്ട് ചെയ്യുന്നത് സ്റ്റെം റിലേറ്റഡ് കോഴ്സുകളാണ്. നിങ്ങൾക്കറിയാം, ഓസ്ട്രേലിയ സ്റ്റെം റിലേറ്റഡ് കോഴ്സാണ്. അതേപോലെ തന്നെ ഇനി കാനഡ ഫ്യൂച്ചറിൽ സ്റ്റെം റിലേറ്റഡ് കോഴ്സുകളാണ് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി ആദ്യമേ ഈ ഒരു സിസ്റ്റത്തിൽ റൺ ചെയ്യാൻ തുടങ്ങിയ ഒരു രാജ്യം എന്ന് പറയുന്നത് നമുക്ക് USA ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വെൽ സ്ട്രക്ചേർഡ് ആണ്. അപ്പം നമ്മൾ എടുക്കുന്ന കോഴ്സസ് സ്റ്റെം റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റെം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് ഇത് ബേസ് ചെയ്തിട്ടുള്ള കോഴ്സുകൾക്കാണ് അവിടെ സ്റ്റേ ബാക്കും ഓപ്പർച്യൂണിറ്റീസും കാര്യമായിട്ടുള്ളത്. എന്നാൽ മാനേജ്മെന്റ് സബ്ജക്ട്സിലും അവിടെ സ്റ്റെം അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊരു BCom ബാക്ക്ഗ്രൗണ്ടൊക്കെ കഴിഞ്ഞ ഒരാളാണ്, നമുക്ക് US-ൽ പോകണം, സ്റ്റെം കോഴ്സ് തന്നെ വേണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ US-ൽ അവൈലബിൾ ആണ്. മാനേജ്മെന്റ് സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റെം കോഴ്സസ് അവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ടും അവിടുത്തെ ഇൻടേക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മെയിനായിട്ട് 4 ഇൻടേക്കാണ് US-ലെ മിക്കവാറും യൂണിവേഴ്സിറ്റീസിലെല്ലാം വരുന്നത്. ഈ 4 ഇൻടേക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മറിൽ തന്നെ 2 ഇൻടേക്ക് ഉണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ളത് മെയ്യും പിന്നെ ജൂലൈ ഇൻടേക്കാണ് വരുന്നത്. പിന്നെ അതിനുശേഷം സ്പ്രിങ് സെപ്റ്റംബറിൽ വരും. അതിനുശേഷം വിന്റർ ഇൻടേക്ക്, ദാറ്റ് ഈസ് ഓൺ നവംബർ ലാസ്റ്റ് അല്ലെങ്കിൽ ഡിസംബർ, ജനുവരി ആ ഇൻടേക്കുകൾ വരുന്നതാണ് വിന്റർ ഇൻടേക്ക്. ഇങ്ങനെ 4 പ്രധാന ഇൻടേക്കുകൾ US-ൽ ഒരു വർഷമുണ്ട്. ഇതിൽ തന്നെ എല്ലാ കോഴ്സുകളും തന്നെ ഈ എല്ലാ ഇൻടേക്കുകളും റണ്ണാക്കും. ഓക്കെ, അപ്പോൾ സ്റ്റെം റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ, നിങ്ങൾക്ക് അവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ടോ അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ പ്ലീസ് കോൺടാക്ട് അസ്. ഞങ്ങളെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, എല്ലാ രാജ്യങ്ങളിലും IELTS അല്ലെങ്കിൽ ലാംഗ്വേജ് റിക്വയർമെൻറ്റ് വളരെ മാൻഡേറ്ററി ആണ്. അപ്പം US-ലും ഇത് മാൻഡേറ്ററി ആണ്. അവിടെ അവരുടെ TOEFL എന്ന് പറഞ്ഞ സിസ്റ്റം നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അല്ലെങ്കിൽ ഇനിയിപ്പോൾ IELTS ഇക്വലൻ്റ് ആണെങ്കിൽ ബാൻഡ് സ്കോർ 6.5ഉം ഇൻഡിവിജ്വൽ 6 സ്കോറും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. PTE ആക്സെപ്റ്റഡ് ആണ്. PTE 73 സ്കോർ ഉണ്ടെങ്കിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഡ്യുവലിംഗോ, വളരെ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡ്യുവലിംഗോയും ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. TOEFL നമ്മുടെ ഇവിടെ നാട്ടിൽ കൂടുതലാരും എഴുതുന്നതുകൊണ്ടാണ് ഞാൻ TOEFLനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാത്തത്. ഓക്കെ, ഇനി നോർമലി നിങ്ങളൊരു മാസ്റ്റേഴ്സ് പ്രോഗ്രാം പാസ് ഔട്ട് ആവണമെങ്കിൽ നിങ്ങൾക്ക് 36 ക്രെഡിറ്റ്സ് നിങ്ങൾക്ക് കിട്ടണം.
അങ്ങനെ 36 ക്രെഡിറ്റ്സ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ മിനിമം 18 പേപ്പേഴ്സ് എങ്കിലും നിങ്ങൾ സബ്മിറ്റ് ചെയ്താലാണ് ഒരു മാസ്റ്റേഴ്സ് പ്രോഗ്രാം നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബാച്ചിലേഴ്സും അതേപോലെ തന്നെയാണ്, പെർ പേപ്പറിന് 2 ക്രെഡിറ്റ്സ് തൊട്ട് കിട്ടും. അപ്പം നിങ്ങൾക്ക് എടുക്കുന്ന കോഴ്സിൻ്റെ ഡ്യൂറേഷൻ ഇതനുസരിച്ച് നിങ്ങൾക്ക് പേപ്പേഴ്സ് ചൂസ് ചെയ്യാം. നോർമലി ഒരു മാസ്റ്റേഴ്സ് പ്രോഗ്രാം വരുമ്പോൾ കാര്യം 18 ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞാൽ 18 സബ്ജക്ട്സ് നമ്മൾ ക്ലിയർ ചെയ്യണമെന്നാണല്ലോ 36 ക്രെഡിറ്റ്സ് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ. പക്ഷേ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് സബ്ജക്ട്സ് നമുക്ക് ഓപ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോൾ ഒരു സബ്ജക്റ്റ് വേണ്ട, നമുക്ക് പകരം വേറെ എടുക്കുകയാണെങ്കിൽ നമുക്ക് വേറൊരു സബ്ജക്റ്റ് എടുത്ത് നമുക്ക് ആ കോഴ്സ് തന്നെ നമുക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രെഡിറ്റ് ബേസിലാണ് നമ്മളുടെ ഓരോ എക്സാംസ് നടക്കുന്നത്. അപ്പോൾ ആ ക്രെഡിറ്റ് ബേസിൽ തന്നെയാണ് നമ്മളുടെ ട്യൂഷൻ ഫീസ്. നമ്മൾ മിനിമം എത്ര പേപ്പേഴ്സ് ചൂസ് ചെയ്യണോ, നമ്മൾ ഒരു സെമിസ്റ്ററിൽ നമ്മൾ എത്ര പേപ്പേഴ്സ് ചൂസ് ചെയ്യണോ അത്രയും പേപ്പേഴ്സിൻ്റെ ഫീസാണ് നമ്മളുടെ സാധാരണ പേയ്മെൻറ്റ് വരാറ്. ആ പേപ്പേഴ്സ് നമ്മൾ ക്ലിയർ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ആ എക്സാംസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത ഇതിലോട്ട് പോകുമ്പോഴാണ് നമ്മുടെ അടുത്ത പേയ്മെൻറ്റ് വരുന്നത്. നോർമലി ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു പേപ്പറിന് വരുന്നത് ഏകദേശം ഒരു 700 to 1000 USD ഉള്ളിലൊക്കെയാണ് ഓൺ ആൻ ആവറേജ് ഒരു അഫോർഡബിൾ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്നത്. ഇനി US നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പാർട്ട് ടൈം ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു സ്ഥിരം പ്രശ്നം കേൾക്കാറുണ്ട്. അതിന് നമുക്ക് മറ്റൊരു ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻ ഉണ്ട്. കാരണം US പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്ന കോഴ്സ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ആ ക്യാമ്പസിൽ മാത്രമേ പാർട്ട് ടൈം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് സ്ഥിരം ഒരു പരാതി കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരു സൊല്യൂഷനായിട്ട് നമ്മളിപ്പോൾ ഹൈബ്രിഡ് കോഴ്സസ്, നമ്മൾ ഈ ക്യാമ്പസിൻ്റെ ഉള്ളിൽ മാത്രം പാർട്ട് ടൈം ചെയ്യാൻ പറ്റുള്ളൂ, പുറത്ത് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പാർട്ട് ടൈം തന്നെ പുറത്ത് പോകണമെങ്കിൽ അത് തന്നെ ചെയ്യണമെന്ന് നിർബന്ധമുള്ള ഒരു കോഴ്സ് സ്ട്രക്ചർ എന്ന് പറയുന്നത് അത് ട്രഡീഷണൽ കോഴ്സസ് ആണ്. ആ കോഴ്സുകളുടെ പേര് ട്രഡീഷണൽ കോഴ്സുകൾ എന്നും ഇപ്പോൾ കുറെ കൂടെ ഫ്ലെക്സിബിലിറ്റി വരുത്തി പുതിയ കുറെ നിയമമാറ്റങ്ങൾ വന്നിരിക്കുന്ന കുറെ കോഴ്സസ് ഉണ്ട്. അതാണ് ഈ പറഞ്ഞ ഹൈബ്രിഡ് കോഴ്സസ്. ഹൈബ്രിഡ് കോഴ്സസിന്റെ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ക്ലാസ് അവേഴ്സിൽ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ ഒരു സെമ്മിൽ തന്നെ നിങ്ങൾക്ക് ഒരു നിശ്ചിത അവേഴ്സ് മാത്രം നിങ്ങൾക്ക് ഓൺ ക്യാമ്പസിൽ വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് പോകേണ്ട ആവശ്യം വരുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഹൈബ്രിഡ് ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഹൈബ്രിഡ് കോഴ്സസ് എന്ന് പറഞ്ഞാൽ അത് നോർമൽ റെഗുലർ കോഴ്സ് തന്നെയാണ്. അത് ഡിസ്റ്റൻസ് ലേണിങ്ങോ അല്ലെങ്കിൽ അതൊരു ഗ്യാപ്പ് ലേണിങ്ങോ സിസ്റ്റത്തിലുള്ള ഇതല്ല. നിങ്ങൾക്ക് ഔട്ട് ഓഫ് ക്യാമ്പസ് പോകാനും നിങ്ങൾക്ക് അവിടുത്തെ ഓപ്പർച്യൂണിറ്റീസ് എക്സ്പ്ലോർ ചെയ്യാനും ഈ ഹൈബ്രിഡ് കോഴ്സസ് കൊണ്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് പക്ഷേ ക്ലാസ്സസ് ഉള്ളത് നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് ആ ക്ലാസ് അവേഴ്സ് നിങ്ങളുടെ ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾ അത് അറ്റൻഡ് ചെയ്യണം. അല്ലാത്ത സമയത്ത് നിങ്ങൾ ക്യാമ്പസിൽ തന്നെ പാർട്ട് ടൈം കണ്ടുപിടിക്കണം എന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ജോലിയിൽ എടുത്ത കോഴ്സിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ജോലി തന്നെ കണ്ടുപിടിക്കണം എന്നൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് പോയിട്ട് വരാൻ പറ്റും. ഏറ്റവും വലിയ കൺവീനിയൻസ് അതാണ്. നമുക്ക് പുറത്തിറങ്ങാം, നമുക്ക് ജോലി സാധ്യതകൾ കണ്ടുപിടിക്കാം, എംപ്ലോയേഴ്സിനെ കണ്ടുപിടിക്കാം, നമുക്കൊരു വർക്ക് വിസയ്ക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് നോക്കാം. അതുപോലെ തന്നെ നമുക്ക് അവിടുത്തെ നമ്മുടെ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാനുള്ള ഒരു പാർട്ട് ടൈം കണ്ടുപിടിക്കാനുള്ള ഓപ്ഷനും ഇതെല്ലാം നമുക്ക് US ഈ ഹൈബ്രിഡ് കോഴ്സ് ചൂസ് ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഏതെല്ലാം കോഴ്സുകളിൽ ഈ ഹൈബ്രിഡ് കോഴ്സുകളുണ്ട്, ഏതെല്ലാം സ്ട്രീമിലുണ്ട്, ഇനി ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് എന്താണെന്നൊക്കെ അറിയാനായിട്ട് പ്ലീസ് കോൺടാക്ട് ഫോർ മോർ ഡീറ്റെയിൽസ്. ഈ ഹൈബ്രിഡ് കോഴ്സ് നിങ്ങൾക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളിൽ മാത്രമേ ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇനി അടുത്ത മെയിൻ ഒരു കാര്യമാണ് എല്ലാവരും US ചോദിക്കുന്നത്, സ്റ്റേ ബാക്ക് ഇല്ലല്ലോ എന്ത് ചെയ്യും എന്നുള്ളതാണ്. US സ്റ്റേ ബാക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റെം റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് എടുക്കുന്നവർക്കാണ് കൂടുതലും സ്റ്റേ ബാക്കിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. സ്റ്റേ ബാക്ക് എന്ന് പറയുന്നത് ഏകദേശം 1 year ആണ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം. അതിനുശേഷം നിങ്ങൾക്ക് ഈ 1 yearനുള്ളിൽ നിങ്ങൾക്ക് പാർട്ട് ടൈം അവിടെ നിങ്ങൾക്ക് ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ എംപ്ലോയറിൻ്റെ കീഴിൽ നിൽക്കുകയോ അതിനുശേഷം നിങ്ങൾക്ക് ഒരു വർക്ക് വിസയിലോട്ട് മാറുകയോ ചെയ്യാം. അവിടെ മിനിമം മറ്റുള്ള കൺട്രീസിലെ പോലെ തന്നെ 5 കൊല്ലം നിൽക്കാം. ഈ എംപ്ലോയറിൻ്റെ കൂടെ നമുക്ക് വൺസ് വിസ സ്റ്റാമ്പ് ചെയ്താൽ ഡയറക്റ്റ് 5 years ആണ് നമ്മുടെ വർക്ക് വിസ. ഡയറക്റ്റ് 5 yearsന് ശേഷം നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് അവിടെ നിൽക്കാവുന്നതാണ്. വിച്ച് വിൽ ഗ്രാജുവലി നമ്മുടെ സ്റ്റെം റിലേറ്റഡ് ആയിട്ടുള്ളതൊക്കെ ആണെങ്കിൽ ഗ്രാജുവലി നമുക്ക് പ്രോഗ്രസീവായിട്ട് നമുക്കൊരു PR-ലേക്കും കാര്യങ്ങളിലേക്കും പോകാനുള്ള ഗ്രീൻ കാർഡിലേക്കൊക്കെ പോകാനുള്ള ഓപ്പർച്യൂണിറ്റി US ഉണ്ട്. പിന്നെ ഇനി എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് US സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യൂ, യൂണിവേഴ്സിറ്റീസ് എത്രയൊക്കെ സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്. USA യൂണിവേഴ്സിറ്റീസ് സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്
എസ്പെഷ്യലി നിങ്ങളുടെ മാർക്കും നിങ്ങൾ എടുക്കുന്ന സബ്ജക്റ്റും പിന്നെ നമ്മൾ എഴുതുന്ന ഒരു ലെറ്റർ ഓഫ് മോട്ടിവേഷനൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് കൂടുതലും സ്കോളർഷിപ്പും കാര്യങ്ങളൊക്കെ തരിക. US-ലെ യൂണിവേഴ്സിറ്റീസിൽ അതുപോലെ എക്സലൻറ്റ് ഹോസ്റ്റൽ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റുഡൻസിൻ്റെ സപ്പോർട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും സ്റ്റുഡൻറ്റ് യൂണിയൻ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങൾക്കൊക്കെ USA യൂണിവേഴ്സിറ്റീസ് വളരെ ഫേമസ് ആണ്. പിന്നെ USA എന്ന് പറഞ്ഞാൽ വളരെ വാസ്റ്റായിട്ടൊരു കൺട്രിയാണ്. വളരെ ഡിഫറെൻറ്റ് വെതർ കണ്ടീഷൻസ് ഉള്ള രാജ്യമാണ്. എക്സ്ട്രീം തണുപ്പുള്ള സ്ഥലങ്ങളുണ്ട്. മോഡറേറ്റ് ആയിട്ട് ഇപ്പോൾ ടെക്സസ് റീജിയനിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ മോഡറേറ്റ് ആയിട്ടുള്ള ക്ലൈമറ്റ് ഉള്ള സ്ഥലങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ US ഇൻസ്റ്റിറ്റ്യൂഷൻസ് വളരെ ഫേമസ് ആണ് MBBS-ഉം റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾക്കും. അതേപോലെ തന്നെ അവിടെ MBBS-ന് വളരെ ഹൈ എമൗണ്ട് ഓഫ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അവിടെ ഒരുപാട് ജോബ് വേക്കൻസീസ് അവിടെ വേക്കൻ്റ് ആയി കിടക്കുന്നുണ്ട് MBBS-കാർക്ക്. അപ്പം ഈ കോഴ്സിന് ശേഷം അല്പം നിങ്ങൾക്ക് സ്ട്രെച്ച് ചെയ്യാമെങ്കിൽ ഡയറക്റ്റ് US-ൽ ഒരു MBBS എടുക്കാനുള്ള ഒരു ഓപ്ഷൻ വരെ നിങ്ങൾക്ക് US ഓപ്റ്റ് ചെയ്യാനുള്ള സാധ്യത വരെ നിങ്ങൾക്ക് ഉണ്ട്. ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന കാര്യത്തിൽ USA ഓസ്ട്രേലിയനേക്കാളും ബെറ്റർ ആണ് എന്നുള്ളതാണ് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. കാരണം നോർമലി I-20 കാര്യങ്ങളെന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് തോന്നിയാൽ പോലും I-20 എന്നൊക്കെ പറഞ്ഞത് വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മളുടെ ഡോക്യുമെൻറ്റ്സ് കറക്റ്റായി പോകണം എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം ഓസ്ട്രേലിയയിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്കിന് പോകുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ ഫണ്ട് വന്നതും അതിൻ്റെ ആ ഫണ്ടിൻ്റെ സോഴ്സ് എവിടെ നിന്ന് വന്നു എന്നുള്ളതും അതിൻ്റെ ടാക്സ് പേയ്മെൻറ്റ് ചെയ്തത് കാര്യങ്ങളൊക്കെ ഓസ്ട്രേലിയ സാധാരണ ചെക്ക് ചെയ്യാറുണ്ട്. പക്ഷേ USA-ലേക്ക് അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സ് ശരിക്കും US-ൽ ഇല്ല, ഒന്നാമത്തെ കാര്യം. അതുപോലെ തന്നെ ഇപ്പം നമ്മളുടെ തേർഡ് റിലേറ്റീവ് ആണെങ്കിൽ പോലും ഇപ്പോൾ ഫാദറിൻ്റെ ബ്രദറിനോ അല്ലെങ്കിൽ മദറിൻ്റെ ബ്രദറിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആർക്ക് വേണമെങ്കിലും ട്രാൻസാക്ഷൻസ് ഉള്ള അക്കൗണ്ട് ആണെങ്കിൽ നമ്മളെ സ്പോൺസർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി US-ലുണ്ട്. പക്ഷേ ഓസ്ട്രേലിയയിൽ നിങ്ങൾക്കറിയാം അത്രയും ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ഓസ്ട്രേലിയ ഫോളോ ചെയ്യണില്ല. പിന്നെ USA എപ്പോഴും ഓസ്ട്രേലിയനേക്കാളും വളരെ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കമ്പനീസും അവരുടെ ഹെഡ് ഓഫീസും അവരുടെ പല അപ്കമിങ് ആയിട്ടുള്ള കോൺസെപ്റ്റും കാര്യങ്ങളും എല്ലാം ഉള്ള രാജ്യം എപ്പോഴും USA തന്നെയാണ്. ഡെഫിനറ്റ്ലി കൺസിഡർ USA ഫോർ യുവർ ഹയർ സ്റ്റഡീസ്. ലാംഗ്വേജ് റിക്വയർമെൻറ്റ് ഏകദേശം 6.5ഉം ഇനി US-ൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ 6.5 നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയില്ല. ബാൻഡ് സ്കോർ 6.5ഉം ഇൻഡിവിജ്വൽ 6ഉം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും പല കോളേജസും നിങ്ങൾക്ക് അതിൽ ഡിഡക്ഷൻ തന്ന് അവരൊരു എക്സ്റ്റെൻഡഡ് പ്രോഗ്രാമായിട്ട് നിങ്ങൾക്ക് എക്സ്ട്രാ ക്ലാസ്സസ് തന്ന് നിങ്ങളുടെ ആ കോഴ്സിൽ തന്നെ നിങ്ങൾ എൻറോൾ ചെയ്യിക്കാനുള്ള അസിസ്റ്റൻസ് ഈ യൂണിവേഴ്സിറ്റീസ് തന്നെ തരും. അതിൽ ഏറ്റവും മിനിമം പോകാവുന്നത് ഇൻഡിവിജ്വൽ 5 ആണ്. മാക്സിമം ഇൻഡിവിജ്വൽ 5ഉം അതിന് മുകളിൽ ഇപ്പോൾ രണ്ട് സബ്ജക്ട്സ് 6.5ഉം ബാൻഡ് സ്കോറും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രൊഫൈൽ വരെ നമുക്ക് എടുത്ത് ചെയ്യാനുള്ള ഓപ്ഷൻ US-ലുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നമ്മളെ കോൺടാക്ട് ചെയ്യാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനി ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്താണ് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാനുള്ളത് എന്ന് നമ്മളെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തി അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് നമ്പർ ഉണ്ട്. നമ്മൾ കോൺടാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ വോയിസ് നോട്ടായിട്ടോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.